ഇടതുമുന്നണിയിലെന്ന പോലെ കേരളത്തിൽ ബി.ജെ.പിയും ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ മുതിർന്ന നേതാക്കളെ തന്നെയാണ് കളത്തിൽ ഇറക്കുന്നത്. 2 കേന്ദ്ര സഹമന്ത്രിമാരും രാജ്യസഭാ മുൻ എം.പിയുമായാണ് ഏറ്റവുമധികം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ അങ്കത്തട്ടിൽ ഇറങ്ങുന്നത്. സംഘടനാ ചുമതലയുടെ പേരിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മുതിർന്ന നേതാവ് പി.കെ. കൃഷ്ണദാസും മത്സരരംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച 12 മണ്ഡലങ്ങളിൽ ഏറെയും മുതിർന്ന പ്രമുഖ നേതാക്കളെയാണ് ബി.ജെ.പി പരിഗണിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പറഞ്ഞുകേട്ട പേരുകളിൽ മാറ്റമില്ല. തൃശൂരിൽ മുൻ രാജ്യസഭാ എം.പിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി തന്നെയാകുമെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്നു. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്ന കേരളത്തിലെ മണ്ഡലം കൂടിയാണ് തൃശൂർ. ബി.ജെ.പിയുടെ അഭിമാന മണ്ഡലമായ തിരുവനന്തപുരം 2014-ലും 2019-ലും വോട്ടിംഗ് ശതമാനം വളരെയേറെ ഉയർത്തി 2ാം സ്ഥാനത്തെത്തിച്ച മണ്ഡലമാണ്. ഇക്കുറി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിലൂടെ മണ്ഡലത്തിൽ താമര വിരിയിപ്പിക്കാനാകുമെന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. എ ക്ലാസ് കാറ്റഗറിയിലെ മറ്റൊരു മണ്ഡലമായ ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മത്സരിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിലെ വനിതാ മുഖവും മുതിർന്ന നേതാവുമായ ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇടം നേടിയത്. എന്നാൽ ബി.ജെ.പിയുടെ മറ്റൊരു പ്രതീക്ഷയുള്ള മണ്ഡലമായ പത്തനംതിട്ടയിൽ പി.സി. ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും പേരുകളാണ് കേട്ടിരുന്നതെങ്കിലും ഒടുവിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിക്കാണ് നറുക്കു വീണിരിക്കുന്നത്. ഇതിനെതിരെ പി.സി. ജോർജ് പ്രതിഷേധം പരസ്യമാക്കിയതും വെള്ളാപ്പള്ളി നടേശനും ബി.ഡി.ജെ.എസുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞതെന്ന ആരോപണം ഉന്നയിച്ചതും പാർട്ടിക്ക് തലവേദനയാകുന്നു. കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശും പാലക്കാട് മറ്റൊരു ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥിയാകുന്നതോടെ മുതിർന്ന നേതാക്കൾ കളം നിറയുകയാണ്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു. അതേസമയം 1ാം ഘട്ട പട്ടികയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പി.കെ. കൃഷ്ണദാസും ഇടം നേടിയിട്ടില്ല. ഇക്കുറി മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. സംഘടനാ ചുമതല കണക്കിലെടുത്തു തന്നെയാണ് പി.കെ. കൃഷ്ണദാസിനെയും ഒഴിവാക്കിയതെന്നാണ് സൂചന. ബാക്കി 8 സീറ്റുകളിൽ ബി.ഡി.ജെ.എസിന്റെ 4 സീറ്റുകൾ ഒഴിച്ചാൽ 4 ഇടങ്ങളിൽ കൂടി 2ാം ഘട്ട പ്രഖ്യാപനം ഉടനുണ്ടാകും. പ്രമുഖ നേതാക്കൾ 2ാം ഘട്ടത്തിൽ ഇടം നേടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.